കുണ്ടറ പീഡനക്കേസിൽ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രോഷാകുലരായ നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. രാവിലെ 10 മണിയോടെയായിരുന്നു പ്രതിയായ മുത്തച്ഛനെ പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത്. തുടർന്ന് ഇയാളുടെ സ്വന്തം വീട്ടിലെത്തിച്ചും തെളിവെടുത്തു. ഇതിനിടെ പ്രതിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ചിലർ പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. ഈ കുടുംബത്തിലെ ഒരാളെയും നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ അയലത്ത് ഇവരിവിടെ വേണ്ട സാറേ. കാര്യം ഞങ്ങൾ അനുഭവിച്ച വേദന 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയില്ല. ഇവര് പോയി എന്റെ ഭർത്താവിനേക്ക് ഈ അയൽക്കാരെ എല്ലാരെയും കൊണ്ടുപോയി ചോദ്യം ചെയ്ത്. ഇത്രയും ഉദ്യോഗസ്ഥരെ ഇവര് മണ്ടരാക്കി, ഞങ്ങൾ അയൽവാസികളെ മണ്ടരാക്കി. തള്ളയോ മോളോ പറയണം ഇങ്ങനൊരു സംഭവം നടന്നെന്ന്. അത് അവർ പോലും പറഞ്ഞില്ല. അവർ ഇത്രനാൾ കളിച്ചു. അത് ഇന്നിവിടെ വരേണ്ട കാര്യമല്ല. ഇവിടെ ഇവർ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ബഹളം എന്തെങ്കിലും കേട്ടാലും ഓടി വരാൻ രാത്രി കാലങ്ങളിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്കത്തില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സമാധാനം കിട്ടണം. പ്രതിഷേധം കണക്കിലെടുത്ത് വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന പോലീസ് വാദം തള്ളി പെൺകുട്ടിയുടെ പിതാവും രംഗത്തെത്തി. മുത്തച്ഛനും അമ്മാവനും ചേർന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. എൻ്റെ ഭാര്യ പിതാവ്, അതായത് ഈ മെഡിക്കൽ റിപ്പോർട്ട് അറിഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെ ഈ പോക്സോ ആക്റ്റിൽ കുടിക്കുന്നതിനകത്ത് കുഞ്ഞിന് യാതൊരു അലിഗേഷനും ഇല്ല എന്നുള്ളത് പുള്ളി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വൈദ്യപരിശോധന നടന്നാൽ കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയാൾ മകനും കൂടെ ചേർന്ന് കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ച് കെട്ടിത്തൂക്കിയതാണ്. ചോദ്യം ചെയ്യലിനിടെ പോലീസ് മർദ്ദിച്ചെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം.